ഏതാണ്ട് ഒരു കാര്യത്തിൽ ഉറപ്പായി. ഏകദേശം ഈ ആഴ്ച തന്നെ അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഇസ്രായേൽ വീണ്ടും ഗാസ ആക്രമണം ഉണ്ടാകും. അതിനനുയോജ്യമായിട്ടാണ് അമേരിക്കയുടെ നീക്കം. ഇപ്പോൾ ലേറ്റസ്റ്റ് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് ഇസ്രായേൽ ഏകദേശം 600ഓളം പാലസ്റ്റീൻ തടവുകാർ, അതിൻ്റെ അകത്ത് 10-40 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടവരുണ്ട്. അതായത് ഇസ്രായേലിൽ ബോംബ് സ്ഫോടനം നടത്തിയ ഗാസ ഹമാസുകാരുണ്ട്. മറ്റതേപോലെ വളരെ ക്രൂരമായ രീതിയിൽ ഇസ്രായേലീസിനെ ദ്രോഹിച്ച ആൾക്കാരുണ്ട്. അതിൽ 600 പേരെയാണ് ഇപ്പോൾ ഇസ്രായേൽ ഹമാസിന് കൈമാറേണ്ടത്. കാരണം 6 തടവുകാരെയാണ് ഇസ്രായേലി ആയിട്ടുള്ളവർ ഹമാസ് കൈമാറിയത്. റെഡ് ക്രോസിനെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് റെഡ് ക്രോസ് തന്നെ പറഞ്ഞു ഏത് രീതിയിലാണ് ഹമാസ് ഈ തടവുകാരെ കൈമാറുന്ന രീതി ഒരു മനുഷ്യത്വമില്ലാത്ത രീതിയിലാണ് ചെയ്യുന്നത്. ഇത് ഇസ്രായേലി സ്റ്റേറ്റ്മെൻറ്റിലെ റെഡ് ക്രോസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. അവർ കൃത്യമായിട്ട് പറഞ്ഞു ഈ രീതിയിൽ പോവുകയാണെങ്കിൽ അവർക്കും ബുദ്ധിമുട്ടാണ്. ഈ ഹോസ്റ്റേജസിന് ഇത്ര ക്രൂരമായ രീതിയിൽ പല ചടങ്ങുകളും പരിപാടികളൊക്കെ കൊണ്ടുവന്നാൽ കാണിക്കും. നിങ്ങൾ കണ്ടു കാണും, ഒരു ഇസ്രായേലി ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്യുന്ന സമയത്ത് അയാളെ കൊണ്ട് ഈ ഭീകരന്മാരായിട്ട് ഹമാസിനെ ചുംബിക്കുന്ന രംഗം. ഇതെല്ലാം സ്റ്റേജ് മാനേജ്ഡ് സംഭവമാണ്. ഇത് തെറ്റായ മെസ്സേജാണ് ലോകത്തിന് കൊടുക്കുന്നത്. കാരണം ഇത്ര ക്രൂരന്മാരായിട്ടുള്ള ഹമാസുകാരനെ ഈ ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ചുംബിക്കുന്നു. ഇതൊക്കെ സ്റ്റേജ് ഭയപ്പെടുത്തി ചെയ്യിപ്പിക്കുന്നതാണ്. അതിനെതിരെയാണ് ഈ റെഡ് ക്രോസ് പറഞ്ഞ് തെറ്റാണ്, ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല, അവർ വിഡ്രോ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതായത് റെഡ് ക്രോസ് കാരണം മീഡിയേറ്ററായിട്ട് അവർ നിന്നിട്ടാണ് ഈ ആൾക്കാരെ ഈ ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്യുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലി ഗവൺമെൻറ് പറയുന്നൊരു സംഭവമുണ്ട്. ഈ 600ഓളം ഹോസ്റ്റേജസിനെ തിരിച്ചു കൊടുക്കേണ്ടതായിരുന്നു. അതായത് പാലസ്തീൻ തടവുകാരെ തിരിച്ചു കൊടുക്കേണ്ടതായിരുന്നു. ഈ 6 പേരെ കിട്ടിയപ്പോൾ അതിൻ്റെ ഡെഡ് ബോഡി ഉൾപ്പെടെയുള്ള സാധനമാണ്. ആ സമയത്ത് ഇസ്രായേൽ പറഞ്ഞേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് 600ഓളം പാലസ്തീൻകാരെ വിട്ടുകൊടുക്കുന്ന സംഭവം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പറയുന്നത് ഇനിയും കൂടുതലൊന്നും ആലോചിക്കാനൊന്നുമില്ല. ഒന്നുകിൽ നിങ്ങൾ ഈ ഹോസ്റ്റേജസിനെ ഒറ്റയടിക്ക് വിടുക, നിങ്ങൾ ഈ പറയുന്ന പാലസ്തീൻകാരെ വിട്ടുതരാൻ ഞങ്ങൾ തയ്യാറാണ്, അല്ലെങ്കിൽ നിങ്ങൾ യുദ്ധം നേരിടാൻ തയ്യാറായിക്കൂ. ഇതാണ് ഇസ്രായേലിൻ്റെ സംഭവം. ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്ക പറയുന്നത്, അതായത് മാർക്ക് റൂബിയോ അമേരിക്ക എക്സ്റ്റേണൽ അഫയേഴ്സ് സെക്രട്ടറി വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഈ ഹോസ്റ്റേജസിനെ വെച്ച് വിലപേശലും പരിപാടിയൊക്കെ ഇതോടെ നിർത്തിക്കണം. അതായത് അക്സെപ്റ്റ് ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല, ഇസ്രായേലിനെ കൊണ്ടും പറ്റില്ല. ഒന്നുകിൽ നിങ്ങൾ ഹോസ്റ്റേജസിനെ മുഴുവനായിട്ട് റിലീസ് ചെയ്യുക, എന്താണ് ഉടമ്പടിയിൽ പറഞ്ഞിരുന്നത് അതേപോലെയുള്ള പാലസ്തീൻകാരെ വിടാൻ ഇസ്രായേൽ തയ്യാറാണ്. അമേരിക്ക അതിന് കൂട്ടുകയാണ്, അതായത് പിന്തുണയ്ക്കുന്നു. ഈ ഹോസ്റ്റേജസിനെ വെച്ച് ഫർദർ ഇത് എസ്കലേറ്റ് ചെയ്യാനാണ് ധാരണയെങ്കിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വന്ന് ഈ ഹമാസിനെയും ഗാസയും പിടിച്ചെടുക്കും. അതായത് കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്ര സീരിയസ് ആകാൻ കാരണം എന്താ? അതായത് 2 കുട്ടികളുടെ ഡെഡ് ബോഡി വരുന്നു, ആ കുട്ടികളുടെ അമ്മയാണെന്ന് പറഞ്ഞ് വേറെ ഡെഡ് ബോഡി വരുന്നു. അതുപോലും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമുണ്ട്. ഈ ഹമാസിൻ്റെ കയ്യിലിരിക്കുന്ന ഇസ്രായേൽ ഹോസ്റ്റ് അവർ പറഞ്ഞ 65 ആണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇസ്രായേലിലെ അമേരിക്കയുടെ ഇൻ്റലിജൻസിൻ്റെ കണക്ക് കൂട്ടലനുസരിച്ച് ഇത് ഏകദേശം ഒരു 10-15 ആകാനുള്ള ധാരണയേ ഉള്ളൂ. അപ്പോൾ അതിനെ വെച്ച് വലിയൊരു വിഭാഗം ഈ പാലസ്തീൻ ഈ തടവുകാർ ഇസ്രായേലിൽ കിടക്കുന്നവർ റിലീസ് ചെയ്ത് നീട്ടി കൊണ്ടുപോകാനും ഈ ഹമാസിനെ പൂർണ്ണമായിട്ടും കൈകാര്യം ചെയ്യാൻ വേണ്ടി ഗാസ ഒഴിഞ്ഞു കൊടുക്കണം. ഇതിനെ അമേരിക്ക ഇപ്പോൾ സപ്പോർട്ട് ചെയ്യും. കാരണം നേരത്തെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇസ്രായേലിനെ വളരെ പ്രഷർ ചെയ്തിട്ടാണ് ഈ ഡീലിലോട്ട് കൊണ്ടുവരുന്നത്. അപ്പം നേരത്തെ വളരെ കൃത്യമായിട്ട് എല്ലാവരും പറഞ്ഞു ഈ സെക്കൻഡ് ഫേസ് വെച്ച് ഈ ഡീൽ പൊളിയാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവർ ഈ അവസാനത്തെ സ്റ്റേജ് അടുക്കുന്തോറും ഹമാസിനും ഈ പറയുന്ന ഖത്തറിൻ്റെ മീഡിയേറ്റേഴ്സ് ആയിട്ടുള്ളവർക്കറിയാം എത്ര പേരാണ് ജീവിച്ചത്. കാരണം ഇവരുടെ ലിസ്റ്റ് ഇവർ കൊടുക്കുന്നില്ല. ലിസ്റ്റെല്ലാം ഈ തൊട്ട് വിടുന്നതിൻ്റെ, അതായത് ഇവരെ റിലീസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ഈ ലിസ്റ്റ് കൊടുക്കുന്നത്, ആരൊക്കെ ജീവിച്ചിരിപ്പുണ്ട്, എത്ര പേര് മരണപ്പെട്ടു അതിൻ്റെ ലിസ്റ്റ് കൊടുക്കുന്നില്ല, എത്ര ഡെഡ് ബോഡി അവരുടെ കയ്യിലുണ്ട് ആ ലിസ്റ്റും കൊടുക്കുന്നില്ല. ഇതാണ് അട്ടർ കൺഫ്യൂസ്ഡ് ആയിട്ട്
ഇസ്രായേലി ഇൻ്റലിജൻസും അമേരിക്കൻ ഇൻ്റലിജൻസും ബ്രിട്ടീഷ് ഇൻ്റലിജൻസും പറയുന്നത് ഈ ഹമാസിൻ്റെ കയ്യിൽ ഇത്രമാത്രം ആൾക്കാരില്ല, ഇതിൽ വലിയൊരു ശതമാനത്തെ ഇവർ കൊന്നിരിക്കുക, കാരണം കൊല്ലപ്പെടാനാണ് സാധ്യതയുള്ളത്. അപ്പം അതുകൊണ്ട് മാക്സിമം ഈ ഹമാസ് ഒരു സൂപ്പർ ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്, കുറച്ചും കൂടെ നീട്ടിക്കൊണ്ടു പോകാൻ. അപ്പോൾ അതിനുശേഷം നീട്ടിക്കൊണ്ടുപോയ ശേഷം ഈ ഹമാസിൻ്റെ കൺട്രോളിലോട്ട് മുഴുവൻ ഗാസയും വന്ന് ഇസ്രായേൽ വിഡ്രോ ചെയ്യട്ടെ. അപ്പോൾ അതിനെ ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും എതിർക്കുന്നു. മറ്റുള്ള യൂറോപ്യൻ ഇൻക്ലൂഡിങ് ജർമ്മനി പോലും ഇതിനെ ശക്തമായ ഭാഷയിലാണ് ഈ ഹമാസിൻ്റെ ഈ ഇടപെടലിനെ എതിർത്തിരിക്കുക. അതുകൊണ്ടാണ് ഖത്തർ വളരെ സൈലൻ്റ് ആയത്. കാരണം എന്തുകൊണ്ടാണ് ഖത്തർ സൈലൻ്റ് ആയത്? കാരണം ഖത്തറിനും പിടികിട്ടി ഈ പോകുന്നത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്ന ഖത്തറിനാണ്. കാരണം അത് അമേരിക്ക നേരത്തെ താക്കീത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ചോ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന സിമ്പിൾ ഇഷ്യൂ ആണ്. ആൻ്റണി ബ്ലിങ്കൻ എത്ര പ്രാവശ്യമാണ് ഖത്തർ ഭരണാധികാരിയെ കാണാൻ പോയത്? എത്ര പ്രാവശ്യമാണ് മാർക്ക് റൂബിയോ, അതായത് അധികാരം ഏറ്റെടുത്ത ശേഷം ട്രംപ് ദേശം ഒരു പ്രാവശ്യം പോലും ഖത്തർ അഡ്മിനിസ്ട്രേഷനിലോ ഖത്തറിലോ പോയിട്ടില്ല. കാരണം ഖത്തർ ഭരണാധികാരികളോട് വളരെ വളരെ രൂക്ഷമായ രീതിയിലാണ് ഇപ്പോഴത്തെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ കണക്കാക്കുക. കാരണം ഇതിൻ്റെ എല്ലാം പിറകിൽ ഖത്തറായിരുന്നു. ഈ ഹോസ്റ്റേജസിനെ ഒളിപ്പിച്ചതും ഖത്തറായിരുന്നു. കാരണം ഇവരാണ് ഇതിന് മുഴുവനും വില പേശിയത്. ഇത് പെൻഡാഗിൻ്റെ പേരിലാണ് ഖത്തർ അഡ്മിനിസ്ട്രേഷനെ പൂർണ്ണമായിട്ട് സൈഡ്ലൈൻ ചെയ്തിരിക്കുന്നത്. അതായത് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ ആരും തന്നെ ഈ ഖത്തറിൻ്റെ കിങ് പല ആവർത്തി അമേരിക്കൻ പ്രസിഡൻറ്റുമായിട്ടും ഈ മാർക്ക് റൂബിയോയിട്ട് സംസാരിക്കാൻ ശ്രമിച്ചിട്ട് പോലും അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ ആ സംസാരത്തിന് പോലും തയ്യാറായില്ല. അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, സൗദി അറേബ്യയിൽ മാർക്ക് റൂബിയോടുണ്ടായിരുന്നു. ആ സമയത്ത് UAE ഭരണാധികാരിയായിട്ട് നേരിട്ട് പല ആവർത്തി സംസാരവും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു മറ്റുള്ള അറേബ്യൻ രാജ്യങ്ങളുമായിട്ട്. പക്ഷെ പൂർണ്ണമായിട്ട് ഖത്തറിനെ ഒഴിവാക്കി. കാരണം അവരുടെ ഫോൺ പോലും എൻ്റർടൈൻ ചെയ്യുന്നില്ല. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഹോസ്റ്റേജസ് ഡീല്, അതായത് ഈ ഹോസ്റ്റേജസിനെ വിട്ടാലും ഇല്ലെങ്കിലും, അതായത് ഇത്ര പേർ ഡെഡ് ബോഡി കൊടുത്താലും ഇല്ലെങ്കിലും, വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഗാസയിൽ വീണ്ടും ഒരു വാർ ഉണ്ടാകാൻ പൂർണ്ണമായിട്ടും അമേരിക്കൻ സപ്പോർട്ടോടുകൂടി. ഇപ്രാവശ്യം അമേരിക്ക അതിനു വേണ്ടിയുള്ള പൂർണ്ണമായിട്ടും ഷെൽസ്, ബോംബ് ചെയ്യേണ്ട വെപ്പൺസും മുഴുവനും കൊടുത്തിരിക്കുകയാണ്. അത് വളരെ അഡ്വാൻസ് സ്റ്റേജിലാണ് കൊടുത്തത്. കാരണം ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ നേരത്തെ ഇത് ഫ്രീസ് ചെയ്തിരുന്നു, അത് മുഴുവനും കൊടുത്തിട്ടുണ്ട്. എവിടൊക്കെ ഇഷ്ടം പോലെ ചവറും, അതായത് ഗാസ മുഴുവനും കാലിയാക്കാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ള ഇപ്പോൾ 10-ൽ 8 ബിൽഡിങ് പോയെങ്കിൽ ബാക്കിയുള്ള 2% ബിൽഡിംഗ് ഉണ്ട്. അതും കൂടെ തീർത്ത് മുഴുവനും വൈപ്പ് ഔട്ട് ചെയ്തിട്ട് ഈ ഈജിപ്റ്റ് വഴി പുറത്തോട്ട് കളയാനുള്ള ധാരണയിലാണ് ആയിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈജിപ്റ്റ് ഇപ്പോൾ അമേരിക്കയ്ക്ക് സറണ്ടർ ചെയ്ത് നിൽക്കുകയാണ്. കാരണം അവരും അഡ്മിറ്റ് ചെയ്ത് അവരും ഈ 10 ലക്ഷം പേര് അവിടെ താമസിക്കാൻ വേണ്ടി അവർക്ക് സൗകര്യം ഒരുക്കി കൊടുക്കാൻ. കാരണം ഇവർക്കെല്ലാം പണമാണ് ഉദ്ദേശം, അല്ല വേറെ സംഭവമൊന്നുമില്ല. അല്ലാതെ ഈ അറബ് സ്നേഹം, മുസ്ലിം സ്നേഹം, ചുമ്മാതെ ഇതൊക്കെ വിഡ്ഢിത്തരം. അത് ഉർദുഗൻ തെളിയിച്ചു കഴിഞ്ഞു. ഉർദുവൻ്റെ ആവശ്യം അതിനകത്ത് പലതും ഉണ്ടായിരുന്നു സ്വീഡനുമായി ബന്ധപ്പെട്ട്. അയാളത് ഫുൾഫിൽ ചെയ്തു. അല്ലാതെ ഇപ്പം നോക്കുക, ട്രംപ് വന്ന ശേഷം ടർക്കി ഒരക്ഷരം മിണ്ടുന്നില്ല. ഇതിനെ ഹമാസിനെ പിന്തുണച്ച ഒരു രാജ്യം, അതായത് ഇറാൻ കംപ്ലീറ്റ് ആയിട്ട് സൈലൻ്റായി, മറ്റൊരു രാജ്യം പോലും ഹമാസിന് അനുകൂലമായിട്ട് ഇത് വാക്ക് പറയുന്നില്ല. ടർക്കി പൂർണ്ണമായിട്ടും വിഡ്രോ ചെയ്ത് ബാക്കപ്പായി. ഇതാണ് സംഭവം. അതായത് ട്രംപ് വന്നപ്പോൾ ട്രംപിൻ്റെ സ്വഭാവം അറിയാം, അയാളുമായിട്ടുള്ള ഇസ്രായേലിൻ്റെ ബന്ധം. അതായത് പഴയ പോലെ ട്രംപിന് പ്രഷറില്ല, കാരണം വന്നു, ആദ്യം ഡീലുണ്ടായി. ഇനി ഫർദർ ഹമാസ് ഈ ഡീല് ഫർദർ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ, അതായത് എത്രയും പെട്ടെന്ന് ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് വാറ് പ്രതീക്ഷിക്കുക. ഫുൾ ഫ്ലഡ്ജ് വാറായിരിക്കും. ഇപ്രാവശ്യം പഴയ പോലെ സിവിലിയൻ സെക്യൂരിറ്റി ഒന്നും എല്ലാത്തിനും മേളിൽ കൊണ്ടിടും. കാരണം മുഴുവനും ബിൽഡിംഗ് എല്ലാം പൊട്ടിച്ച് ദൂരക്കളെ, എല്ലാത്തിനെ ഒരു സൈഡിൽ കൂടെ അങ്ങ് ഓടിച്ച് ദൂരക്കളെ. ഇതായിരിക്കും ഉദ്ദേശം. ഇതോടുകൂടി ഹമാസ് എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ ഹിസ്ബുള്ളയുടെ ചരിത്രമായ പോലെ ഇപ്രാവശ്യം അതും കൂടെ അങ്ങ് ചരിത്രമാക്കി കൈ കൊടുക്കും. അതോടുകൂടി ഇസ്രായേലിൻ്റെ കയ്യിലായിരിക്കും ഈ പാലസ്തീനും ഈ ഗാസയും. തെക്കൻ ലെബനൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ഈ സിറിയയുടെ ഭാഗം ഗോലൻ ഹൈറ്റ്സ്, അപ്പോൾ അവരുടെ കയ്യിലാണ്. അതായത് കംപ്ലീറ്റ് ഡോമിനേഷൻ ഇസ്രായേലായിരിക്കും ഈ മിഡിൽ ഈസ്റ്റ് മുഴുവനും ഭരിക്കാൻ പോകുന്നത്. അതിൻ്റെ ലക്ഷണമാണ് ഓരോ ഡെവലപ്മെൻറ്റും നമുക്ക് കാണാൻ സാധിക്കുന്നത്.